മാസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് 50,000 രൂപ ശമ്പളം കിട്ടും. കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകും അല്ലെ, ചിലപ്പോൾ നോർമൽ വാല്യൂസ് ശരിയാക്കേണ്ടിയിരുന്നത് തെറ്റിപ്പോവും അല്ലെ. അപ്പൊ നമുക്ക് എത്ര മാർക്ക് കുറയും? അതുകൂടാതെ തന്നെ ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകും. നമസ്കാരം, ഞാൻ ബോബി രാജസസ്. ഈ ഇൻട്രൊഡക്ഷൻ സ്ഥിരമായിട്ട് ഇപ്പൊ നിങ്ങൾ കുറച്ച് നാളായി കേൾക്കുന്നല്ലേ. പക്ഷെ ഇന്ന് എന്റെ ഇൻട്രൊഡക്ഷൻ അല്ല, എഡ്യൂസ് അക്കാഡമിയുടെ നഴ്സിംഗ് കോമ്പറ്റേറ്റീവ് എക്സാം കോഴ്സ് കോർഡിനേറ്റ് ചെയ്യാൻ പോകുന്ന ചീഫ് അക്കാഡമിക് ഓഫീസറെ അല്ലെങ്കിൽ ചീഫ് അധ്യാപകരെ ഞങ്ങൾ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും അതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ലഭിക്കാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞങ്ങൾ നഴ്സസിന് വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരും ഈ വീഡിയോ ദയവേത് സ്കിപ്പ് ചെയ്ത് പോകരുത്. നഴ്സിംഗ് മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഓൾ ഇന്ത്യ തലത്തിൽ ഏതൊരു മത്സര പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും ആയിക്കോട്ടെ, ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായി കണ്ടിരിക്കുക. ധൃതിയിലാണ് നിങ്ങൾ ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇത് വാച്ച് ഫോർ ലേറ്റർ ആയിട്ട് സേവ് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക് വാട്സാപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് സൂക്ഷിക്കുക. സോ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അഭിമാന പുരസ്സരം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആ അധ്യാപകരെ. എഡ്യൂസ് അക്കാഡമിയുടെ നഴ്സിംഗ് കോമ്പറ്റേറ്റീവ് എക്സാം കോഴ്സുകളുടെ ചീഫ് അക്കാഡമിക് ഓഫീസർ ആയിട്ട് മിസ്റ്റർ ഷൈൻ സ്റ്റീഫൻ, നിങ്ങൾ കാണുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ ഫോട്ടോയൊക്കെ. സോ ഇദ്ദേഹത്തെ ഞങ്ങള് പ്രത്യേകം നിയോഗിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ തലത്തിലുള്ള ഏതൊരു മത്സര പരീക്ഷയ്ക്കും കൃത്യമായിട്ട് തന്നെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് വെറുതെ എന്തിനാ തള്ളുന്ന സാറേ എന്നല്ലേ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻസ് നിങ്ങളൊന്ന് പരിചയപ്പെടുക. അതിനുശേഷം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. നമുക്ക് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. സോ MSc in Nursing from PGIMER, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യെസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആണ്. അതുപോലെ തന്നെ MHA അദ്ദേഹം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ തന്നെ PGDHSR പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ UGC നെറ്റ് അദ്ദേഹം ലെക്ചർഷിപ്പ് ക്വാളിഫൈ ചെയ്തതാണ്. അതുപോലെ തന്നെ ഹീസ് എ PhD സ്കോളർ ഓൾസോ. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും കോമൺലി ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുന്നതാണ് ഈ PhD സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം അതും സ്കോളർഷിപ്പ് നേടിയ വ്യക്തിയാണ്. സോ അക്കാഡമിക്കലി അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സോ ഇന്റർനാഷണൽ ലെവലിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ഡിഗ്രിയാണ് PhD എന്ന് നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം ഈ പറയുന്ന പോലെ അതും ഹാൻഡിൽ ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. സോ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ കോമ്പറ്റേറ്റീവ് എക്സാം മേഖലയിലെ അച്ചീവ്മെന്റ്സ് നമുക്ക് നോക്കാം. ചിലർ പറയാറുണ്ട് അക്കാഡമിക്സ് മാത്രം പോരാ, ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ എഴുതി തെളിഞ്ഞ ഒരാൾ വേണം അല്ലെ. അപ്പൊ ആ സൈഡിൽ എന്തൊക്കെയാണ് ഇതിന്റെ അച്ചീവ്മെന്റ്സ് നമുക്ക് നോക്കാം. 9th റാങ്ക് ഇൻ കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം 2024, 19th റാങ്ക് ഇൻ നഴ്സിംഗ് ട്യൂട്ടർ എക്സാം കേരള PSC 2023, ഫസ്റ്റ് റാങ്ക് ഇൻ MSc നഴ്സിംഗ് എൻട്രൻസ് conducted by PGIMER. അതുപോലെ തന്നെ ഫസ്റ്റ് റാങ്ക് ഇൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ PhD എൻട്രൻസ് എക്സാം ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു PhD എൻട്രൻസിൽ. അതുപോലെ തന്നെ ESIC കേരള സ്റ്റാഫ് നഴ്സ് റാങ്ക് ഹോൾഡർ ആണ്. അതുപോലെ എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി സ്റ്റാഫ് നഴ്സ് റാങ്ക് ഹോൾഡർ ആണ്. അതുപോലെ തന്നെ DME കേരള PSCയുടെ സ്റ്റാഫ് നഴ്സ് റാങ്ക് ഹോൾഡർ ആണ്. അതുപോലെ തന്നെ DHS കേരള PSC സ്റ്റാഫ് നഴ്സ് റാങ്ക് ഹോൾഡർ ആണ്. കേരള PSC മാത്രമല്ല, ഞാൻ നിങ്ങളോട് എടുത്തു പറഞ്ഞത് ഓൾ ഇന്ത്യ തലത്തിലുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും ക്രാക്ക് ചെയ്ത ഒരു അധ്യാപകൻ കൂടിയാണ് നിങ്ങളുടെ ട്രെയിനിങ് നൽകാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നത്. സോ യെസ്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ്, അദ്ദേഹം ലീവിലാണ്. ലീവ് എടുത്താണ് നമ്മുടെ ഈ ഒരു കോഴ്സ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ നിലവിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അധ്യാപകനാണ് അദ്ദേഹം. ഓക്കെ അല്ലെ? അതുപോലെ തന്നെ അദ്ദേഹം എയിംസ് ഭുവനേശ്വറിൽ നഴ്സിംഗ് വിഭാഗം ട്യൂട്ടർ ആയിരുന്നു 6 കൊല്ലത്തോളം. അതുപോലെ ലെക്ചർ ഇൻ SME ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പത്തനംതിട്ട. 6 years എക്സ്പീരിയൻസ് ആസ് എ ട്രെയിനർ ഇൻ പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ് ഇൻ വേരിയസ് നഴ്സിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസ്. അദ്ദേഹം ഭുവനേശ്വറിലായിരുന്ന സമയത്തും ഈ പറയുന്ന പോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യ പ്രധാനപ്പെട്ട നഗരങ്ങളായ ന്യൂഡൽഹി, കൽക്കട്ട, അതുപോലെ തന്നെ ചെന്നൈ, ഹൈദരാബാദ്, അങ്ങനെ നോർത്ത് ഇന്ത്യ ടു സൗത്ത് ഇന്ത്യ പറന്ന് നടന്ന് ക്ലാസ് എടുത്ത മനുഷ്യനാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് കേട്ടോ. ശരി, അതുപോലെ റിസർച്ച് പബ്ലിക്കേഷൻസ് ഇൻ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ജേർണൽസ്, സ്ഥിരമായിട്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ജേർണൽസും നാഷണൽ ലെവലിലുള്ള ജേർണൽസും നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഡീൽ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. ആൻഡ് ഓൾസോ ഓതർ ഓഫ് വേരിയസ് നഴ്സിംഗ് ബുക്സ് ആൻഡ് റാങ്ക് ഫയൽസ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. സോ നിങ്ങൾ അറിയുക, റിസർച്ച് പബ്ലിക്കേഷനുകളിൽ നിരന്തരം ജേർണൽ എഴുതുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓൾറെഡി അക്കാഡമിക്സിൽ കഴിവ്
തെളിയിച്ച ആൾ മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിൽ കഴിവ് തെളിയിച്ച ആൾ മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിൽ നഴ്സിംഗ് മേഖലയിലുള്ള ഏതൊരു തരത്തിലുള്ള അപ്ഡേഷൻസും കൃത്യമായി ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഓഥർ ഓഫ് വേരിയസ് നഴ്സിംഗ് ബുക്സ് ആൻഡ് റാങ്ക് ഫയൽസ്, പുസ്തകങ്ങൾ എഴുതുന്നു. അപ്പൊ കണ്ടന്റ് ക്രിയേഷൻ ആയിരുന്നാലും ശരി, എഡിറ്റിംഗ് ആയിരുന്നാലും ശരി, അതുപോലെ തന്നെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലായാലും ശരി, ആസ് എ ഹോൾ അദ്ദേഹം ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നിലനിൽക്കുകയാണ്. ആ കംപ്ലീറ്റ് പാക്കേജിനെയാണ് വരും ദിവസങ്ങളിൽ എഡ്യൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം അവതരിപ്പിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഷൈൻ സർ, പ്ലീസ്. ഹായ് ഓൾ, ഞാൻ ഷൈൻ സ്റ്റീഫൻ. ബോബി സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഞാൻ എഡ്യൂസ് അക്കാഡമിയുടെ അക്കാഡമിക് ഡയറക്ടറായിട്ട് ഇനി ഫുൾ ടൈം, അതായത് 24/7 ഞാൻ ഉണ്ടാകും എഡ്യൂസ് അക്കാഡമിയിൽ. അപ്പോൾ ഇനിയുള്ള മിക്കവാറും എല്ലാ ക്ലാസ്സുകളും എൻ്റെ നേതൃത്വത്തിലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഒരു ഗൈഡൻസിലായിരിക്കും ക്ലാസ്സസ് നടത്തപ്പെടുന്നത്. അതുകൂടാതെ തന്നെ ഒത്തിരി സെഷൻസ് അല്ലെങ്കിൽ ഒത്തിരി സബ്ജക്ട്സ് എൻ്റെ എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള സബ്ജക്ട്സ് കവർ ചെയ്യുന്നതും ഞാൻ തന്നെ ആയിരിക്കും. അതോടൊപ്പം എന്നെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞ ബോബി സാറിന് ഞാൻ നന്ദി പറയുന്നു. നമുക്കിപ്പോ നമ്മുടെ എക്സാം, ഓക്കെ, നമുക്കിപ്പം നമ്മുടെ മുന്നില് കേരള PSCയുടെ DME സ്റ്റാഫ് നേഴ്സ്, ഓക്കെ, DME സ്റ്റാഫ് നേഴ്സ് എക്സാം 2025 ജൂണോടെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് എക്സാമിന് ഇനിയിപ്പം തയ്യാറെടുത്ത് തുടങ്ങിയാൽ തന്നെ ഒരു 6 മാസം അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 7 മാസം നമ്മുടെ മുന്നിലുണ്ടാവും. നമ്മുടെ സിലബസ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അല്ലെ? ഒരു വാസ്റ്റ് സിലബസ് ആണ്. സിലബസ് കവർ ചെയ്തിട്ടൊരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പം നമ്മളത് എങ്ങനെ പഠിക്കണം? ഓക്കെ, നമുക്കിപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം നമ്മൾ പണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിച്ചതുപോലെ അല്ല. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പാടായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഏതൊരു എക്സാമിന് നമ്മൾ തയ്യാറെടുക്കുമ്പോഴും നമ്മൾ എക്സാം അറിഞ്ഞു പഠിക്കണം, അല്ലെ? നമ്മൾ എക്സാം അറിഞ്ഞു പഠിക്കണം, എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കണം, ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് വരുന്നത്, ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ഈ ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ സൈക്കോളജി ഒക്കെ നമ്മൾ പഠിച്ചിട്ടായിരിക്കണം നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് അതിന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി അവരുടെ ഗൈഡൻസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ അപ്പൊ ഇന്ന് നമ്മളെ ഈ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അതായത് എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, വരുന്ന DME സ്റ്റാഫ് നേഴ്സ് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അതായത് നമുക്ക് നാട്ടിൽ തന്നെ വളരെ നല്ല ശമ്പളത്തിൽ ഒരു മിനിമം ഒരു 1,00,000 രൂപ 50,000 രൂപയോളം നമുക്ക് ശമ്പളത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ എങ്ങനെ പെർമനന്റ് ആയിട്ട് ഒരു ജോലി സമ്പാദിക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനൊരു 6 മാസം നന്നായിട്ട് കഷ്ടപ്പെടുക, അല്ലെ? നന്നായിട്ട് വിയർപ്പൊഴുക്കുക, നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുക, നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഏതൊരു എക്സാമിന് അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു മോട്ടിവേഷൻ വേണം, അല്ലെ? അതായത് നമ്മൾ എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയാണ് തയ്യാറെടുക്കുന്നത്. ഓക്കെ, നമ്മൾ നാളെ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നാളെ എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഇന്ന് കൃത്യമായിട്ട് നമ്മൾ കാണുക, നമ്മൾ സങ്കല്പിക്കുക, അത് നടക്കുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാനിഫെസ്റ്റേഷൻ എന്താണ്? ഇത് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ വിജയിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു അൽക്കെമിസ്റ്റ്, ഓക്കെ, അൽക്കെമിസ്റ്റ് എന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ഓക്കെ, പൗലോ കൊയ്ലോ എഴുതിയ അൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട്. അതിനകത്ത് വളരെയധികം പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. വെൻ യു വാണ്ട് സംതിങ് ഓൾ ദ യൂണിവേഴ്സ് കൺസ്പയർസ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒന്ന് നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കും, അതുകൂടാതെ തന്നെ നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ എൻവയോൺമെന്റും നമ്മളെ ആ സാധനം അല്ലെങ്കിൽ ആ സംഭവം നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടാകും. ഓക്കെ, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. ഓക്കെ, അപ്പൊ അതിൽ പ്രകാരമാണ് ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വരാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക. എന്താണ്? ആക്ട് ഓഫ് ബ്രിങ്ങിങ് തോട്ട്സ് ഓർ ഡിസയേഴ്സ് ഇൻ ടു റിയാലിറ്റി ത്രൂ ഫോക്കസ് ആൻഡ് ബിലീഫ്. നമുക്ക് കൃത്യമായിട്ടൊരു വിശ്വാസം ഉണ്ടാകണം, നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഓക്കെ, നമ്മളിപ്പം ചിലരൊക്കെ എന്താണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അതായത് അവര് സ്വന്തം കുടുംബത്തിലേക്ക് വിട്ടിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാകും നമ്മുടെ ഈ DME പരീക്ഷ എഴുതുന്നതിൽ. അതുകൂടാതെ പ്രൈവറ്റിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, പിന്നെ ജോലി ചെയ്യാതെ എക്സാമിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, അല്ലെ? അപ്പൊ എന്താണ്, ചിലപ്പോൾ ഒരു 10,000 രൂപ ശമ്പളം, ഓക്കെ, 10,000 രൂപ ശമ്പളത്തില്
ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് എങ്ങനെയാണ് നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാം എഴുതി ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ 5 ഇരട്ടി ശമ്പളം ഒരു മാസം കിട്ടും. അത് കൂടാതെ തന്നെ ഗവൺമെന്റ് സർവീസിന്റേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഒരുപാട് നമുക്കുണ്ടാകും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഴുതി വെക്കുക. നമ്മൾ 6 മാസം കഴിഞ്ഞിട്ടുള്ള എക്സാം നമ്മൾ എഴുതി നമ്മൾ അതിൽ ഉന്നത റാങ്ക് മേടിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് 50,000 രൂപ മാസ ശമ്പളം ഉണ്ടാകും. ഓക്കെ, സോ അത് നമ്മൾ എന്നും സ്വപ്നം കാണുക. ഓക്കെ, അതായത് ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് 50,000 രൂപ ശമ്പളം കിട്ടും. അതുകൂടാതെ തന്നെ ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകും, ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാകും. ഇത് നമ്മൾ എപ്പോഴും സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ചെറുതായിട്ട് എഴുതി നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഇത് എഴുതി തൂക്കി വെക്കുക. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഉറപ്പായിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കും, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിലേക്ക് എത്തിപ്പെടും. ഓക്കെ, ഇതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് നമ്മുടെ സ്റ്റഡി പ്ലാൻ. ഓക്കെ, നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം പഠിക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഡെയിലി 3 hours ഓഫ് ഇന്റൻസീവ് സ്റ്റഡി. നമുക്കിപ്പം ഞാൻ പറഞ്ഞു ഒരു 6-7 മാസം ഉണ്ടാകും എക്സാമിന്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മിനിമം, ഓക്കെ ഇത് മിനിമം ആണ്, പലരുടെയും സ്റ്റഡി കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, പല തരത്തിലുള്ള സ്റ്റഡി കപ്പാസിറ്റി ഉണ്ടാവും. ചിലർക്ക് പെട്ടെന്ന് പഠിക്കും, ചിലർക്ക് എന്താണ് കുറച്ച് സമയം എടുക്കും, ചിലർക്ക് പഠിക്കുന്നത് പെട്ടെന്ന് മറന്നു പോകും, ചിലർക്ക് സമയമെടുത്ത് പഠിച്ചു കഴിഞ്ഞാലും കൂടുതൽ സമയം അത് അവർക്ക് റീറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ ആ മെമ്മറൈസ് ചെയ്യാൻ പറ്റും കൂടുതൽ നേരം. ഓക്കെ, സോ മിനിമം ആണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്ത് ചെയ്യുക, ഇന്ന് പഠിച്ചു തുടങ്ങുന്നവര് മിനിമം ഒരു 3 മണിക്കൂർ ഇന്റൻസീവ് സ്റ്റഡി. ഓക്കെ, 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഓക്കെ, 3 മണിക്കൂർ കൃത്യമായിട്ട് ടൈമർ വെച്ച് തന്നെ പഠിച്ചോളൂ. ഓക്കെ, ഇത് പഠിത്തത്തിന് വേണ്ടി മാത്രമാണ്, റിവിഷന് വേണ്ടിയല്ല, പ്രാക്ടീസ് ക്വസ്റ്റിന് വേണ്ടിയല്ല, പഠിത്തം മാത്രം എന്ത് ചെയ്യുക, മിനിമം ഒരു 3 മണിക്കൂർ പഠിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്, കൺസിസ്റ്റൻസി. എന്താണ് കൺസിസ്റ്റൻസി? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അല്ലെ. എന്തൊരു കാര്യവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സ്റ്റഡീസ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് നമ്മുടെ ഹാബിറ്റായി മാറും. ഓക്കെ, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്കൂർ ഒരു 21 ദിവസം നിങ്ങൾ പഠിച്ചു നോക്കുക. നിങ്ങൾ 22ാമത്തെ ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് അത് മാറി കഴിയും. നിങ്ങൾക്ക് എഫേർട്ട് ഇടാതെ തന്നെ 3 മണിക്കൂർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കാൻ കഴിയും. ഓക്കെ, അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, കണ്ടിന്യൂസ് ആയിട്ട്. അതായത് ഇന്ന് ഒരു 3 മണിക്കൂർ പഠിച്ചു, നാളെ പഠിച്ചില്ല, പകരം നാളത്തെ കഴിഞ്ഞ് പഠിച്ചു, അങ്ങനെയല്ല. എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ആ തിരക്കൊക്കെ മാറ്റിവെച്ച്, എന്തൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സമയം അതൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിക്കുക, എല്ലാ ദിവസവും പഠിക്കുക, ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ്, നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകണം, എനിക്കിത് പഠിക്കാൻ പറ്റിയില്ല, അപ്പൊ എന്റെ എക്സാമിന് എനിക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കുറ്റബോധം നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും. മൂന്നാമത്തെ കാര്യമാണ് റിവിഷൻ. എങ്ങനെയാണ് നമ്മൾ ഇന്ന് പഠിച്ചു ആ കാര്യം നമ്മൾ വിട്ട് കളഞ്ഞിട്ടല്ല നാളത്തേത് പഠിക്കുക. നമ്മൾ ഇന്ന് പഠിച്ച കാര്യം നാളെ പഠിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, പഠിക്കുമ്പോൾ തന്നെ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. നോട്ട്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ഓക്കെ നോട്ട്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം ഡിഫറെന്റ് കളേഴ്സിലുള്ള പെന്നൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഞാനൊക്കെ യൂസ് ചെയ്തിരുന്ന പെൻ ഇങ്ങനെയാണ്, അതായത് പല കളറിലുള്ള പെൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് ഓരോ യൂണിറ്റ് അല്ലെങ്കിൽ ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പം അതിന്റെ അവസാനം നമുക്ക് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാവും അല്ലെ, ഇതുപോലെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉണ്ടാകും. ആ നോട്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ നോട്ട്ബുക്കിന്റെ ഒരു ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റിൽ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതുകൂടാതെ തന്നെ ഈ സ്റ്റിക്കി നോട്ടിന്റെ വേറൊരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകും അല്ലെ, ചിലപ്പോൾ നോർമൽ വാല്യൂസ്, പിന്നെന്താണ് ചില ഇയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പൊ നമുക്ക് അതിനുവേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് പഠിക്കാതെ പകരം എന്ത് ചെയ്യുക, ഇതൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാനത് ചെയ്ത് തെളിയിച്ച കാര്യമാണ്, ചെയ്ത് ശരിയാണെന്ന് തെളിയിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് എപ്പോഴും മറന്നു പോകുന്ന കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതുപോലെ ഒരു സ്റ്റിക്കി നോട്ട് മേടിച്ചിട്ട് എഴുതി വയ്ക്കുക. എന്നിട്ട് അത് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഒട്ടിച്ച് വെക്കുക. അതായത് നമ്മള് മുഖം നോക്കുന്ന കണ്ണാടിയിലോ, അല്ലെങ്കിൽ നമ്മുടെ കിടക്കുന്ന ബെഡ്റൂമിന്റെ ചുമരിലോ, അല്ലെങ്കിൽ ബെഡിന്റെ ഒരു അറ്റത്തോ, അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അടുക്കളയുടെ ഒരു ചുവരിലോ ഒക്കെ എന്ത് ചെയ്യുക, ഇത് ഒട്ടിച്ചു വെക്കുക. നമ്മൾ ജസ്റ്റ് അതിലേക്കൂടെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നോക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പഠിച്ചു പോകും. ഓക്കെ, നമ്മൾ അറിയാതെ തന്നെ പഠിച്ചു പോകും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ റിവൈസ് ചെയ്യാം,
നമ്മുടെ മെമ്മറി കൂടുതൽ നമുക്ക് റീറ്റെയിൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നോട്ട്സ് എഴുതുമ്പോൾ ഇതാണ് ഞാൻ പഠിച്ച നോട്ട്സ് ഉണ്ട്. ഞാൻ പഠിച്ച നോട്ട്സിന്റെ ഒരു കെട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നോട്ട്സ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതുക. അതായത് നോട്ട്സ് എഴുതി അത് നല്ല ഡിഫറെന്റ് കളർ, ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള കളറിൽ നമ്മൾ നോട്ട്സ് ഹെഡിങ് എഴുതി പോവുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് പോകുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് പോകുക. പിന്നെ നമുക്ക് ഇടയ്ക്ക് റിവൈസ് ചെയ്യാനുള്ള കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇടയ്ക്ക് ഇതുപോലെ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് അത് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് പഠിച്ച നോട്ട്സ് ആണ്. ഞാൻ വളരെ ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് വേറെ പല പുസ്തകങ്ങളും റെഫർ ചെയ്തിട്ട് ഇത്രത്തോളം നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച്, ഇത്രയും നോട്ട്സ് പല പുസ്തകങ്ങളും റെഫർ ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ പല എക്സാംസും എനിക്ക് പാസ്സാകാനായിട്ട് കഴിഞ്ഞത്. ഓക്കെ, സോ അപ്പം ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് ഡെയിലി പഠിക്കുക, ഒരു ദിവസം പോലും കളയാതെ പഠിക്കുക. പിന്നെ എന്താണ്, അത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, പിന്നെ റിവൈസ് ചെയ്യുക. പിന്നെ മാക്സിമം നമുക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടോ, നമ്മൾ എഡ്യൂസ് അക്കാഡമി ഇതൊക്കെ നിങ്ങൾക്ക് തരും. അത് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഞാൻ അവസാനം പറയാം. അതല്ലാതെ ഞാൻ പറയുകയാണ്, നിങ്ങൾ എവിടെ പഠിച്ചാലും, ഓക്കെ, ഏത് സെന്ററിൽ പോയി പഠിച്ചാലും, എങ്ങനെ പഠിച്ചാലും, നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാലും, എങ്ങനെ പഠിച്ചാലും നിങ്ങൾ ഈ രീതിയിൽ പഠിക്കണം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ ഞാൻ പറയും, നമുക്ക് നമ്മുടെ DMA എക്സാം ഒക്കെ ഒരു 80,000 പേരോളം നമ്മുടെ DMA എക്സാം എഴുതുന്നുണ്ടാവും. അതിൽ ജോലി കിട്ടുന്ന എത്ര പേർക്കായിരിക്കും? ഒരു 1000 അല്ലെങ്കിൽ 1500 പേർക്കൊക്കെ ആയിരിക്കും ജോലി കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, 80,000 പേര് എഴുതുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് അതിൽ ആദ്യത്തെ റാങ്കുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് ആദ്യമേ ജോലി ലഭിക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിയെ ലഭിക്കത്തുള്ളൂ, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ വെച്ച് വേണം പഠിച്ച് പോകാൻ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. നമുക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുമോ, നമ്മുടെ എഡ്യൂസിന്റെ സ്റ്റഡി പ്ലാൻ ഞാൻ പറയും, എവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമോ, മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് അതിന്റെ ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ സോൾവ് ചെയ്തത്, ആ ഡേറ്റ് ഇട്ട് അതിന്റെ മാർക്ക് എഴുതി വെക്കുക. ഓക്കെ, അതിന്റെ മാർക്ക് എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ എക്സാമില് നെഗറ്റീവ് മാർക്കുള്ള എക്സാം ആണ്, അല്ലെ? നമുക്ക് ഒരു ക്വസ്റ്റ്യന് ശരിയായി കഴിഞ്ഞാൽ 1 മാർക്കും, തെറ്റിപ്പോയി കഴിഞ്ഞാൽ 0.33 മാർക്ക്. ഓക്കെ, 0.33 മാർക്ക്. അതായത് 3-1 മാർക്ക് നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടും, അല്ലെ? അതുകൊണ്ട് ഈ നെഗറ്റീവ് മാർക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, അതിന്റെ സ്കോർ എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, സോ അപ്പം ഈ രീതിയിലായിരിക്കണം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞു നോട്ട് പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞു. അതായത് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുക, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, ഡിഫറെന്റ് കളേഴ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മെമ്മറി റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ ഇടയ്ക്ക് റിവൈസ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും മറന്നു പോകും. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഏത് ഷെഡ്യൂളിലാണ്, എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യേണ്ടതെന്ന് വരുന്ന സ്ലൈഡ്സിൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെന്താണ്, നമ്മുടെ എക്സാം പാറ്റേൺ നിങ്ങൾ PSCയുടെ അവസാനത്തെ, അതായത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ എന്താണ്, ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ വളരെ അധികം വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പോ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റെസ്പോൺസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് വളരെ നമ്മുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു റിവൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേണിൽ നമുക്ക് പാസ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, പഠിക്കുന്ന കാര്യം വളരെ നന്നായിട്ട്, അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തില് കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം വെച്ച് നമുക്ക് എക്സാം പാസ്സാകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അതായത് ഏത് എക്സാമിനാണോ പോകുന്നത് ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുക. PSCയുടെ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഇൻഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ആവുക. ഓക്കെ, ഇനി നമ്മള് എഡ്യൂസിന്റെ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എഡ്യൂസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ഒരു മെന്ററിനെ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതായത് കുട്ടിയുടെ അക്കാഡമിക് പരമായിട്ടുള്ള സബ്ജക്റ്റ് എന്നുള്ള ഡൗട്ട് അല്ല, അതല്ലാതെ കുട്ടിയുടെ സ്റ്റഡീസ് എങ്ങനെ പോകുന്നു, അതിന്റെ റെഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മെന്ററാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 3 തരത്തിലുള്ള, ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ 3 തരത്തിലുള്ള ഇവാലുവേഷൻ പ്ലാൻ ആണ് നമുക്ക് എഡ്യൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. ഓക്കെ, സോ അതില് ഒന്നാമത്തത് സ്റ്റഡി പ്ലാൻ ആണ്. ഓക്കെ, സ്റ്റഡി പ്ലാൻ അതായത് ഇപ്പൊ ഓരോ സബ്ജക്ട്, ഇത് ആക്ച്വലി സബ്ജക്ട് വൈസ് ഉള്ള സബ്ജക്ട് വൈസ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു ഫോർമാറ്റിന്റെ നമ്മൾ ഈ ഫോർമാറ്റ് ഒക്കെ നമ്മുടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഷെയർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 15 കോപ്പി എടുത്ത് വെക്കുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ്
ഒരു ഓരോ സബ്ജക്റ്റിനും ഓരോ സ്റ്റഡി പ്ലാന് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അതിന്റെ ഓരോ സബ്ജക്റ്റിന്റെയും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഓരോ സബ്ജക്റ്റിന്റെയും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ടോപ്പിക് എഴുതുക. എന്നിട്ട് എന്നാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞത്, അതായത് ഇന്നിപ്പോ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇട്ടിട്ട് എന്ത് ചെയ്യുക, ടോപ്പിക് എഴുതുക, ഇന്നത്തെ ഡേറ്റ് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. നമ്മൾ എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യണം? ഓക്കെ, നമ്മളിപ്പം മിനിമം ഒരു 5 പ്രാവശ്യം ഒരു ടോപ്പിക്ക് റിവൈസ് ചെയ്തിരിക്കണം. ഓക്കെ, മിനിമം 5 പ്രാവശ്യം ഒരു ടോപ്പിക്ക് റിവൈസ് ചെയ്തിരിക്കണം. അതെങ്ങനെയാണ്? സപ്പോസ് നമ്മൾ ഇന്ന് ഒരു കാര്യം പഠിച്ചു വന്നിരിക്കട്ടെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നാളെ റിവൈസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട്, അതായത് പെട്ടെന്ന് പിന്നെ അടുത്ത ദിവസം ചെയ്യണമെന്നുള്ള നിർബന്ധമല്ല, ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഞാൻ പറയുന്നത് മിനിമം ആയിട്ടുള്ള കാര്യമാണ്. അതായത് 2 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞു, പിന്നെ 3-ാമത്തെ ദിവസം സെയിം ടോപ്പിക്ക് വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പൊ എന്താണ്, ഈ റിവിഷൻ 2 ആ ഡേറ്റ് ഇടുക. പിന്നെന്താണ്, പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പം അതിന്റെ ഡേറ്റ് ഇവിടെ റിവിഷൻ 3 ഇടുക. പിന്നെന്താണ്, പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും റിവിഷൻ എടുക്കുക, അതിവിടെ റിവിഷൻ 4 ഡേറ്റ് ഇടുക. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും സെയിം ടോപ്പിക്ക് റിവൈസ് ചെയ്യുക, അതിന്റെ ഡേറ്റ് ഇട്ട് പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ് നമ്മൾ ഒരു പ്രാവശ്യം പഠിക്കുന്നു, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു, അതിന്റെ റിവിഷൻ നമ്മൾ മിനിമം ഒരു 5 പ്രാവശ്യം ചെയ്ത് കഴിയുന്നു. റിവിഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? പഠിച്ച കാര്യം ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, അത് അല്ലെങ്കിൽ വേറെ കളറിൽ എഴുതി പോവുക. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് പറയും, ഇന്ന ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ നിന്ന് ഇന്ന എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, അപ്പൊ ഇതുപോലെ ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് പറയും. ഓക്കെ, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എക്സാം ഇവാലുവേഷൻ ഷീറ്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ എഡ്യൂസിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ക്ലാസ്, ഓക്കെ, ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക്കിൽ നിന്നുള്ള മിനിമം ഒരു 20 ക്വസ്റ്റ്യൻ നമ്മൾ അത് അവർക്ക് ആപ്പിലൂടെ ഷെയർ ചെയ്യും. ഓക്കെ, 20 ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യും. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ആ എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക, അതിന്റെ മാർക്ക് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പം ഇതെന്ത് ചെയ്യുക, സ്കോർ 1 എന്നുള്ളത് എന്താണ്, നമ്മൾ ഇന്നിപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ അതിന്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ മാർക്ക് എഴുതുക. അപ്പൊ നമ്മൾ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് 90% മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം. അപ്പൊ സപ്പോസ് 20 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 19 എണ്ണം ശരിയായിട്ട് ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് 90% മാർക്ക് കിട്ടും. സപ്പോസ് നിങ്ങൾക്ക് 90% മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ദിവസം വീണ്ടും അതേ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. അതാണ് ഇവിടെ ഈ സ്കോർ 2. അതായത് നിങ്ങൾക്ക് 90% കിട്ടുന്നത് വരെയും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഇതെന്താണ്, ഓരോ ക്ലാസ്സിന്റെയും കാര്യമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ റിവിഷൻ, ഇത് ടെസ്റ്റ് ആണ്, ഇത് റിവിഷൻ ആണ്. അതായത് നമ്മൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ, ഇത് ഒരു ക്ലാസിന്റെ കാര്യമാണ് പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും നമ്മൾ റിവിഷൻ ടെസ്റ്റ് നടത്തും. ഓക്കെ, അപ്പം ആ റിവിഷൻ ടെസ്റ്റിന്റെയും സ്കോർ ഇവിടെ എൻട്രി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതിനനുസരിച്ച് ഈ സ്കോർ മെന്റേഴ്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, മെന്റേഴ്സുമായിട്ട് ഷെയർ ചെയ്തെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ എഡ്യൂസിന്റെ അക്കാഡമിക് ടീം അത് റിവൈസ് ചെയ്യും. വേണ്ടുന്ന, അതായത് പിന്നെയും ഫോളോ അപ്പ് വേണ്ടുന്ന കുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്ത് അവർക്ക് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നമ്മൾ കൊടുക്കും. ഓക്കെ, അവർക്ക് ഏതെങ്കിലും ഏരിയ അവർക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നു, അതിന്റെ വീണ്ടും എക്സ്പ്ലനേഷൻ വേണം, അല്ലെങ്കിൽ വീണ്ടും ക്ലാസ് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഇതിപ്പം ഓരോ ടോപ്പിക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് വെച്ചിട്ടുള്ളതാണ്. അതുകൂടാതെ തന്നെ വീക്ക്ലി ഇവാലുവേഷൻ ഷീറ്റും നിങ്ങൾക്ക് തരും. അതായത് വീക്ക്ലി ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യും. നമ്മുടെ ഇവിടുന്ന് എഡ്യൂസിന്റെ ആപ്പ് വഴി നമ്മൾ വീക്ക്ലി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അതിൽ നിങ്ങളുടെ നെയിമും നിങ്ങളുടെ ബാച്ചിന്റെ പേരും എഴുതിയിട്ട് ഡേറ്റ് ഇട്ട് സ്കോർ നിങ്ങൾ എൻട്രി ചെയ്ത് പോവുക. ഓക്കെ, അപ്പം ഈ രീതിയിലായിരിക്കും ഇതിന് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പും നമ്മൾ എഡ്യൂസിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മുടെ എഡ്യൂസിന്റെ സ്റ്റഡി പ്ലാന് പോവുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാകും. അതുകൂടാതെ തന്നെ ലൈവായിട്ടുള്ള പീരിയോഡിക് റിവിഷൻ നിങ്ങൾക്കുണ്ടാകും. അതുകൂടാതെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഉണ്ടാകും. ഓക്കെ, അതായത് പീരിയോഡിക് റിവിഷൻ ഉണ്ടാകും. അതായത് ഇപ്പം സപ്പോസ് ഒരു 3 ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള റിവിഷനും അതുകൂടാതെ തന്നെ അവിടെ നിന്നുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും കൃത്യമായിട്ട് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ആൻഡ് വീക്ക്ലി എക്സാം സീരീസ് ഉണ്ടാകും. അതിന് റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പ് ഒക്കെ അത് കൃത്യമായിട്ട് വേണം. ഓക്കെ, ദെൻ ഫോളോ വിത്ത് മെന്റേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ എഡ്യൂസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ എഡ്യൂസിലെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് എന്താണ്, ഒരു റാങ്ക് ബൂസ്റ്റർ പാക്കും അതോടൊപ്പം തന്നെ ഒരു ബുക്കും
ബുക്ക് മീൻസ് ഒരു റാങ്ക് ഫയൽ. ഓക്കെ, റാങ്ക് ഫയലും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സസ് എടുക്കുന്ന, അതായത് നമ്മുടെ ടോപ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് പ്രിപ്പയർ ചെയ്ത നോട്ട്സ്. ഓക്കെ, എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് പ്രിപ്പയർ ചെയ്ത നോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൂടാതെ തന്നെ അതിലും പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഓരോ യൂണിറ്റ് കഴിയുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വിത്ത് റാഷണൽ. ഓക്കെ, ഇത് നമ്മൾ ആക്ച്വലി ഈ ബുക്ക്, അതായത് റാങ്ക് ഫയൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അത് മൊഡ്യൂൾ വൈസ് ആയിരിക്കും. ഓക്കെ, അതായത് ഓരോ സബ്ജക്ട് വൈസ് ആയിരിക്കും അത് കവറപ്പ് ചെയ്യുന്നതനുസരിച്ച് ഞങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഈ റാങ്ക് ഫയൽ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ തന്നെ റാങ്ക് ബൂസ്റ്റർ പാക്ക്. എന്താണ് റാങ്ക് ബൂസ്റ്റർ പാക്ക്? ഞാൻ പറഞ്ഞു അല്ലേ, അതായത് നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പം ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള PSC അവൈലബിൾ ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, PSC മാത്രമല്ല വേറെ പല എക്സാംസിലും അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുകൂടാതെ തന്നെ പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഇതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കും നമ്മൾ റാങ്ക് ബൂസ്റ്റർ പാക്ക്. ഇത് നമ്മൾ ആക്ച്വലി എഡ്യൂസ് അക്കാഡമിയുടെ ആപ്പിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആപ്പിൽ ഈ റാങ്ക് ബൂസ്റ്റർ പാക്ക് ആക്ടിവേറ്റ് ഇവിടുന്ന് ചെയ്തു തരും. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ എക്സാംസ് കൃത്യമായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ PSC എക്സാം, PSC സ്റ്റാഫ്നസ് എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ OMR ഷീറ്റ് ആണ് അല്ലെ. നമുക്ക് മിക്കവാറും ഓൺലൈൻ എക്സാം ആയിരിക്കത്തില്ല, നമുക്ക് OMR ഷീറ്റ് വെച്ചിട്ടായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ റാങ്ക് ഫയൽ നൽകുന്നതോടൊപ്പം തന്നെ ഈ കുറച്ച് ഷീറ്റ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അതോടൊപ്പം തന്നെ നമ്മൾ OMR ഷീറ്റും കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, കുട്ടികൾ ഓരോ ടെസ്റ്റും അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവര് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നത് പോലെ, ഓക്കെ, എക്സാമിന് അതായത് PSCയുടെ OMR എക്സാം അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഡേറ്റ്, അവരുടെ സിഗ്നേച്ചർ, പിന്നെന്താണ് എക്സാമിന്റെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻറ്റർ ചെയ്ത് കൃത്യമായിട്ട് അവരുടെ കോളംസ് ബബിൾ ചെയ്യാനുണ്ടാവും. നമ്മൾ ബബിൾ ചെയ്യേണ്ടത്, ഇത് OMR ഷീറ്റ് ആയത് കാരണം അത് കമ്പ്യൂട്ടറൈസ്ഡ് ഇവാലുവേഷൻ ആയിരിക്കും. അപ്പൊ അത് ബബിൾ ചെയ്യാണ് വേണ്ടത്. അത് കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. കാര്യം എന്താണ്, നമ്മളെല്ലാം പഠിച്ചുകൊണ്ട് പോകും അല്ലെ, നമ്മളെല്ലാം പഠിച്ചുകൊണ്ട് പോകും. പക്ഷെ നമ്മൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ OMR ബബിൾ ചെയ്യുന്ന ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതിപ്പോ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല മാറിപ്പോകുന്നത്, ചിലപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ബബിൾ ചെയ്യുമ്പോൾ ചിലപ്പം മാറിപ്പോകും. അല്ലെങ്കിൽ എന്താണ്, ക്വസ്റ്റ്യന്റെ സീരീസ് നമ്പർ എൻറ്റർ ചെയ്യുമ്പോൾ അത് മാറിപ്പോകും. അതൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ അത് സീരിയസ് ആയിട്ടുള്ള തെറ്റാണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ റിസൾട്ടിനെ അത് ബാധിക്കാം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു നേരത്തെ നെഗറ്റീവ് മാർക്ക് ഉള്ള എക്സാം ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെ നമ്മൾ ബബിൾ ചെയ്ത് നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് അറിയാമായിരിക്കും, പക്ഷെ നമ്മൾ ബബിൾ ചെയ്യുന്നത് മാറിപ്പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു ഉത്തരം നമ്മൾ ശരിയാക്കേണ്ടിയിരുന്നത് തെറ്റിപ്പോവും അല്ലെ. അപ്പൊ നമുക്ക് എത്ര മാർക്ക് കുറയും? 1.33 മാർക്ക് കുറയും. നമുക്ക് അറിയാമായിരുന്ന ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ, അതായത് ആ ക്വസ്റ്റ്യന്റെ മാർക്ക് പോയി, ഒരു മാർക്ക് പോയി. അതുകൂടാതെ ആ ക്വസ്റ്റ്യന്റെ ഉത്തരം തെറ്റാകുന്നതിലൂടെ എന്താണ്, നമുക്ക് നേരത്തെ കിട്ടിയതിൽ നിന്ന് 3 മാർക്ക് കുറഞ്ഞു പോവുകയും ചെയ്യും. നമ്മുടെ ഈ കഴിഞ്ഞ പഴയ റാങ്ക് ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഈ 0.33 മാർക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് അത് വളരെ ഇമ്പോർട്ടന്റ്? കാരണം അതിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് ഒരുപാട് പുറകിലേക്ക് പോവുക. ഈ 0.33 മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് എങ്ങനെയാണ്, ഒരു 10, 20, 30 ഒക്കെ താഴേക്ക് പോകാം. അപ്പൊ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്റ്റേക്ക് ആക്കാതെ മാക്സിമം എല്ലാം വളരെ നന്നായിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അതിനു വേണ്ടിയാണ് ഞാൻ ഈ OMR ഷീറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ എന്താണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളതാണ്. അതുപോലെ നമ്മുടെ എഡ്യൂസ് അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൂടാതെ എന്താണ്, ഒരു ചൊല്ലുണ്ടല്ലേ, താൻ പാതി ദൈവം പാതി. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുക, ബാക്കി എന്ത് ചെയ്യുക, നമ്മുടെ ഭഗവാന് വിട്ടുകൊടുക്കുക, നമ്മുടെ ഈശ്വരനെ വിട്ടുകൊടുക്കുക. എന്താണ്, ഞാൻ ഇന്ന മതം ഇന്ന ഈശ്വരനൊന്നും പറയുന്നില്ല, എല്ലാവർക്കും ദൈവത്തെ കുറിച്ച് അവരുടേതായിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ടാവും അല്ലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് പ്രാർത്ഥിക്കുക, നമ്മൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എന്താണ്, നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ആവശ്യമുള്ള ജോലി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി, നമ്മൾ സ്വപ്നം കാണുന്ന ജോലി നമുക്ക് ഉറപ്പായിട്ട് ലഭിച്ചിരിക്കും. ഓക്കെ, അതിന് എന്താണ്, നമ്മുടെ എഡ്യൂസ് അക്കാഡമിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. എഡ്യൂസ് അക്കാഡമി നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അടുത്ത ടൈം കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.